മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകുമ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള പോളിംഗ് സ്റ്റേഷനുകളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറ്, മന്ദഗതിയിലെ പോളിംഗ്, മണിക്കൂറുകളോളം വോട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യം, പോളിംഗ് ബൂത്തുകളിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കാതിരുന്നത് തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌളിനാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇനി നമുക്കൊപ്പം ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ്. ശരണ്യ, വളരെ ആവേശകരമായിട്ടുള്ള പ്രചാരണം, മത്സരം നടന്ന ഒരു മണ്ഡലം തന്നെയാണ് ആലപ്പുഴ. മൂന്ന് മുന്നണികളിലെയും കരുത്തരായ ആളുകൾ, നേതാക്കന്മാർ ഏറ്റുമുട്ടിയ ഒരു സ്ഥലം കൂടിയാണ്. അതോടൊപ്പം LDFനെ സംബന്ധിച്ച് കനലൊരു തരിയാണ്, അഭിമാന പോരാട്ടമാണ്. അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞത് അത് ഏത് തരത്തിലാണ് അവിടെ പ്രതിഫലിക്കുക എന്നുള്ള ആശങ്കയാണ് ഇനി മറ്റ് മണ്ഡലങ്ങളിലെ പോലെ തന്നെ ആലപ്പുഴയിലും മുന്നിലുള്ളത്. എന്തായിരുന്നു ഒരു പൊതുചിത്രം ശരണ്യ, കഴിഞ്ഞ ദിവസത്തെ ആ ഒരു തെരഞ്ഞെടുപ്പ് ദിനം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആലപ്പുഴ മണ്ഡലത്തിൽ? ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് രാവിലെ ഒരു 6 മണിയോടുകൂടി തന്നെ പോളിംഗ് ബൂത്തുകൾ തീരദേശ മേഖലയിലടക്കം ജനം ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അതിരാവിലെ തന്നെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താനായി എത്തി. പക്ഷേ പോളിംഗ് ബൂത്തുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ബൂത്തുകളിലും പോളിംഗ് യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ തന്നെ മന്ദഗതി ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് കുറച്ച് സമയം കാത്തു നിന്നാൽ മാത്രമാണ് അത് രേഖപ്പെടുത്തിയ ശബ്ദം ഉൾപ്പെടെ പുറത്തു വന്ന് രേഖപ്പെടുത്തിയ വോട്ടർക്ക് പുറത്തു വരാനായി കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അത് പലയിടത്തും മണിക്കൂറുകളോളം ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. ഇന്നലെ ആലപ്പുഴ തീരദേശ മേഖലകളിലൊക്കെയുള്ള പാട്ടുകളും സ്കൂളിലൊക്കെയുള്ള ബൂത്തുകൾക്ക് അത്തരത്തിലുള്ള സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നീണ്ട നിര ആ ബൂത്തുകളിലൊക്കെ പുറത്ത് പ്രത്യക്ഷപ്പെടുന്നു. സ്ത്രീകളടക്കമുള്ള ആളുകളാണ് ഉച്ചയ്ക്ക് ശേഷം വോട്ട് രേഖപ്പെടുത്താനായി എത്തിയത്. അവരൊക്കെ തന്നെയും ആ ഒരു സാഹചര്യം, കനത്ത ചൂട് കൂടിയാണല്ലോ, അത്തരം സാഹചര്യം. പിന്നെ ആലപ്പുഴ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 80% മേളിൽ പോളിംഗ് പോയ ഒരു ഇടമാണ്. ഇവിടെ ഇത്തവണ 74.90% വോട്ടുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ അത് ഈ പോളിംഗ് ശതമാനം ആദ്യഘട്ടത്തിൽ വർദ്ധിക്കുന്നത് ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒക്കെ ഒരുപോലെ പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വളരെ വാശിയേറിയ മത്സരം നടന്നുകൊണ്ട് അതിന് പരമാവധി വോട്ടർമാരെ അവിടേക്ക് എത്തിക്കാൻ, അതായത് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം എല്ലാ മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കാരണം അറിയാലോ, കേരളത്തിൽ നല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു മത്സരമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. ഒരു ഇടതുപക്ഷ MP ഒറ്റ ഇടതുപക്ഷ MP മാത്രം ഉണ്ടായിരുന്ന AM ആരിഫും ഒപ്പം തന്നെ KC വേണുഗോപാൽ, അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ്. ഒപ്പം ആലപ്പുഴയിൽ തുടർച്ചയായി വിജയിച്ചിട്ടുള്ള ആളുമാണ്. ആലപ്പുഴയിൽ KC പരാജയം അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും. ഇവർ 3 പേരും തലയെടുപ്പുള്ള 3 ആളുകൾ മത്സരിച്ച ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ പ്രചാരണമൊക്കെ തുടക്കം മുതൽ തന്നെ വലിയ ആവേശവും വാശിയേറിയ പ്രചാരണവുമായിരുന്നു. NDA ചരിത്രത്തിൽ, ആലപ്പുഴ ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള പ്രചാരണം NDAയും സംഘടിപ്പിച്ചു. അത്തരത്തിൽ വാശിയേറിയ ഒരു മത്സരം നടന്നിട്ടുണ്ട് എന്തായാലും ആലപ്പുഴയിൽ. പക്ഷേ ഈ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്ക് എത്തിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നമുക്ക് രാവിലെ ഒക്കെ ഉള്ള ഒരു കാഴ്ചകൾ കണ്ടപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലെ മുകളിൽ പോകുമായിരിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു. പക്ഷെ വൈകിട്ടത്തെ കണക്ക് വരുമ്പോൾ അതൊരു 74% മാത്രമേ എത്തിയിട്ടുള്ളൂ. അതും രാത്രി ഒരു 9:30 കഴിഞ്ഞും പലയിടങ്ങളിലും വോട്ടിംഗ് പൂർത്തീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. 10 മണിയോട് അടുപ്പിച്ചാണ് പലയിടത്തും വോട്ട് ചെയ്ത് ആളുകൾക്ക് പുറത്തിറങ്ങാനായി കഴിഞ്ഞത്. അത്രയും നീണ്ടു പോവുകയും ചെയ്തു വോട്ടെടുപ്പ് എന്നുള്ളതാണ്. അതും ഈ ഇത്തരത്തിൽ മെഷീൻസിന്റെ, ഈ വോട്ടിംഗ് മെഷീന്റെ ഒക്കെ ഒരു പ്രശ്നങ്ങളും മന്ദഗതിയിലായതുമാണ് അത്രയും ഒരു നീണ്ടു പോകാനുള്ള കാരണം. എന്തായാലും പലയിടത്തും അത്തരത്തിൽ അത് സംബന്ധിച്ച അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. നിലവിൽ പോളിംഗ് ശതമാനത്തിന്റെ വർധന LDF കരുതുന്നത്, അത് AM ആരിഫ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത് തങ്ങൾക്ക് ഗുണമായി മാറും എന്നുള്ളതാണ് പറഞ്ഞത്. മാത്രമല്ല തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്നൊക്കെ, വിജയിച്ച് ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമെന്നൊക്കെയാണ് AM ആരിഫ് അതിനെ സംബന്ധിച്ച് പ്രതികരിച്ചത്. പക്ഷേ KC വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത്
സംസ്ഥാനത്ത് UDF തരംഗമുണ്ട്. ആ UDF തരംഗം ആലപ്പുഴയിലും ഉണ്ട്. അതിന്റെ ഫലമായാണ് രാവിലെയൊക്കെ അത്രയും തിരക്ക് അനുഭവപ്പെടുകയും ബൂത്തുകളിൽ പോളിംഗ് നില ഉയരുകയും ചെയ്യുന്നത് എന്നാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. NDA സംബന്ധിച്ചിടത്തോളം അവരുടെ പരമാവധി വോട്ടർമാരെ എത്തിക്കാനായി അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്തായാലും എല്ലാ മുന്നണികളും ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ് ആലപ്പുഴയിൽ. ഇത് കാരണം ചില രാഷ്ട്രീയ മാറ്റങ്ങൾ കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. NDAക്കാണെങ്കിലും തുടക്കത്തിനേക്കാൾ കൂടുതൽ, അതായത് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഒരു സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അവർക്കും ലഭ്യമായിട്ടുണ്ട്. തീരദേശ മേഖലകളിലൊക്കെ അത് പ്രകടമാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഈ ജനവിധി, ആലപ്പുഴയിലെ ജനവിധി അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ജനങ്ങൾ നോക്കിക്കാണുന്നതാണ്. ആർക്കും പരാജയം നുകരാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ആലപ്പുഴയിൽ. അത്ര എല്ലാവർക്കും ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനിവാര്യമായ വിജയം, അവർക്ക് ആ വിജയമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. സിറ്റിംഗ് സീറ്റിൽ UDFും ഒപ്പം തന്നെ AC വേണുഗോപാൽ മടങ്ങി വരുന്നു. കോൺഗ്രസിൽ പുറത്തൊരു വലിയ ആവേശമുണ്ടാക്കുന്നു. മാത്രമല്ല കോൺഗ്രസിനെ തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അപ്പോൾ അത്രയും വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു ദേശീയ നേതാവായാണ് KC മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ തന്നെ ഈ മത്സരം ശ്രദ്ധേയവുമാണ്. കോൺഗ്രസിന് ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാൾ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവരും തുടക്കം മുതൽ നമുക്കറിയാമല്ലോ, ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി കടന്നു വരുന്നു. പിന്നീട് അവർ രജ്ജു ഉണ്ടാക്കുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് കൃത്യമായ ഒരു മത്സരത്തിലേക്ക് NDA ഇതുവരെ കാണാത്തൊരു മത്സരത്തിലേക്ക് ആലപ്പുഴയെ കൊണ്ടുവരാൻ NDAക്കും കഴിഞ്ഞു. വിവിധ SNDPയും ഒപ്പം തന്നെ തീവ്ര സമുദായവും ഒക്കെ NDAക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. പ്രതീക്ഷിത അല്ലെങ്കിൽ പോലും തീവ്ര സമുദായമൊക്കെ അത്തരത്തിൽ ഒരു എൻ ബ്ലോക്ക് ഇത് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് എന്തായാലും നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പെട്ടി പൊട്ടിക്കുമ്പോഴേ അറിയാൻ കഴിയൂ എന്നുള്ള സാഹചര്യത്തിലേക്കുള്ള ഒരു മത്സരമാണ് എന്തായാലും വന്നത്. അതെ, അതാണ് സാഹചര്യം ആലപ്പുഴയിലെ. തീർച്ചയായും. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയുടെ സമഗ്രമായ ചിത്രം